ഹലോ കൂട്ടുകാരെ, ഇന്ന് ചെറിയൊരു പാചകമായാലോ. മോൻ്റെ അംഗൻവാടിയിൽ അമൃതം പൊടി കൊണ്ട് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തെന്ന് വിചാരിച്ചു. അതിനായി 3 പഴം ചെറുതായി മുറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിയാക്കി വെച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ അമൃതം പൊടി എടുത്തത്. അമൃതം പൊടി പഴവുമായി കൂട്ടി കുഴച്ച് വെച്ചു. കുഴക്കാൻ ഇത്തിരി പാടായിരുന്നു. അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ആ പഴത്തിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും അതിനോട് കൂടെ കുറച്ച് പഞ്ചസാരയും ചേർക്കുക. കുറച്ച് മൈദപ്പൊടി എടുത്ത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് മൈദപ്പൊടി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അമൃതം പൊടി ഞാനൊരു റൗണ്ട് ഷേപ്പാണ് ആക്കിയത്. വലിയ റൗണ്ടൊന്നും ആയിട്ടില്ല. മൈദപ്പൊടി വളരെ കുറച്ച് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് റൊട്ടിപ്പൊടിയിലേക്ക് വീണ്ടും നല്ല നോക്കിയെടുത്തു. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തയ്യാറാക്കി വെച്ച അമൃതം പൊടിയുടെ കട്ട്ലറ്റ് എണ്ണയിലിട്ടിങ്ങനെ വറുത്ത് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വലിയ സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. വളരെ സിമ്പിളായ കാര്യമാണ്. എന്നാലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ അംഗൻവാടിയിൽ കൊണ്ടുപോയി അവിടെ എല്ലാവരും കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നത്തെ എൻ്റെ പാചക പരിപാടി അവസാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.